സജ്ജനങ്ങളെ, ജ്യോതിഷ ഫലപ്രകാരം വളരെ വലിയ മാറ്റങ്ങളാണ് ശുക്രൻ രാശി മാറുന്നത് കൊണ്ടുവരുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം 2026 ജൂലൈ 4 തീയതി വൈകിട്ട് 7:18 സംഭവിക്കുന്നത്. കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. സാധാരണയായി ശുക്രൻ ഏകദേശം 23 മുതൽ 30 ദിവസം വരെയൊക്കെയാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ രാശി മാറുന്ന ശുക്രൻ നമുക്ക് ഒരുപാട് സൽഗുണങ്ങൾ, സമ്പൽ സമൃദ്ധിയൊക്കെ തരും. ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് തന്നെ ആഡംബരകാരകനാണ് ശുക്രൻ. ഈ ഒരു ശുക്രൻ ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ജ്യോതിഷ ഫലപ്രകാരം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭനായി നിൽക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ഒരു ശുക്രൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നമുക്ക് വ്യാഴം നമ്മളുടെ ജീവിതത്തിൻ്റെ ജീവനാഡിയാണ് വ്യാഴം എന്ന് പറയുന്നത്. ശുക്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ടത് ആഡംബരകാരകനാണ് ശുക്രൻ എന്ന് പറയുന്നത്. സൗന്ദര്യം, സ്നേഹം, സമ്പത്ത്, ആഡംബരം, അങ്ങനെ 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 മുന്നോട്ട് പോകും. ഇതിൻ്റെ തലങ്ങൾ വളരെ വലുതാണ്. ഏതൊരു വ്യക്തിയുടെ ജാതകത്തിലോ അല്ലെങ്കിൽ ഗ്രഹത്തിലാണോ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ, അനുകൂല ഭാവത്തിൽ നിൽക്കുമ്പോഴൊക്കെയുള്ള ഒട്ടനവധി ഗുണഫലങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രതിപാദിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഭൗതികപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും നന്മകളും നേട്ടങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ആഡംബര ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുക, നമ്മളിപ്പോൾ ശുക്രന്റെ ആഡംബരം എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എല്ലാവരും. ഇപ്പൊ ആൾക്കാർ കൂടുതൽ പോകുന്നത് ബാറുകൾ, ഡാൻസ് ബാറുകൾ, പബ്ബുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആഡംബരത്തിൽ വരും. അതുപോലെ പുതിയ വാഹനം, ഭൗതികപരമായിട്ട് നോക്കുമ്പോൾ പുതിയ വാഹനം, പുതിയ ഡ്രസ്സ്, അതുപോലെ പുതിയ വീട്, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ. ഈ സമയത്ത് സ്വത്തുവകകളുടെ യോഗമൊക്കെ വന്നു ചേരും. നമ്മുടെ കയ്യിലുള്ള സ്വത്തുവകകളൊക്കെ കൂട്ടുക, സാമ്പത്തികപരമായിട്ട് നല്ല അഭിവൃദ്ധിയിലേക്ക് എത്തുക, ധനപരമായിട്ട് വലിയ ഉയർച്ചയിലേക്ക് എത്തുക, ഭൂമിയൊക്കെ വാങ്ങിച്ചു കൂട്ടുക, തൊഴിൽ, വ്യവസായം മുതലായ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വിജയം ഉണ്ടാകുക, അനസ്യൂതമായിട്ട് സമ്പത്ത് നമ്മളിലേക്ക് വന്നെത്തുക, ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുക, സമൂഹത്തിൽ പലവിധ നന്മകൾ ഉണ്ടാകുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ കൂടെ നമ്മുടെ പരിചാരകരെ പോലെ കുറേയധികം ആൾക്കാരുണ്ടാകുക. ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മളെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുക, പെട്ടെന്ന് നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് ഓടി വരുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക, സമൂഹത്തിൽ പലവിധ പദവികൾ അലങ്കരിക്കുന്ന ഒരു സമയം ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെ കൂടുതൽ ബഹുമാനിക്കുകയും ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. പ്രണയം, ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷകരമായ ജീവിതം ഉണ്ടാവും. വിവാഹ ജീവിതത്തിൽ വളരെ അനന്തമായ സാധ്യതകൾ, ആനന്ദം, സന്തോഷം, അനന്തത എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘ നാളത്തേക്ക് പങ്കാളിക്ക് സ്നേഹത്തിൽ നമ്മളിങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നൊരു സമയമൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വളരെ വലിയ സന്തോഷങ്ങളാണ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇഷ്ടം, സ്നേഹം എന്നിവ ഇങ്ങനെ കൂടുതൽ വന്നു ചേരും. മറ്റുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുക. കുറേ അധികം എന്താ പറയുക, നമുക്ക് പുതിയ ചിലവുകൾ കൂടുതലായിരിക്കും, പക്ഷെ ചിലവുകളായിരിക്കും, ശുഭമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക, ആഭരണങ്ങൾ വാങ്ങിക്കുക, പുതിയ വീടിന് മോടി പിടിപ്പിക്കുക, വീട്ടിൽ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ഫർണിച്ചറുകൾ വാങ്ങിക്കുക, ഇപ്പോൾ ഉള്ള കബോർഡുകൾ, വീട്ടിലെ പല കാര്യങ്ങൾ, നമുക്കിപ്പോൾ ലോക്കറുകൾ, അതുപോലെ കബോർഡുകൾ, ഇതെല്ലാം ചേഞ്ച് ചെയ്യുക. അടുക്കളയിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ എല്ലാം ആഡംബരമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ തള്ളുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ, അങ്ങനെ പല രീതിയിലുള്ള ജീവിതത്തിൽ നമുക്ക് മാറ്റുകൂട്ടുന്ന അല്ലെങ്കിൽ ആഡംബരമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പല വിധത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ വളരെ വലിയതായിട്ട്
നമ്മുടെ ജീവിതത്തിൽ കൂടി കൂടി വരുന്നൊരു സാഹചര്യം. നിങ്ങൾ മറ്റുള്ളവരെ വലിയ തോതിൽ ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറും. നിങ്ങളുടെ സ്വഭാവം തന്നെ മാറും. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരിലേക്ക്, ആ സംസാരം കേട്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നും. ഭയങ്കര സ്നേഹം തോന്നും. അങ്ങനെ നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കും. ഇങ്ങനെ പലവിധ കാര്യങ്ങളാണ് ഈ ശുക്രമാറ്റ സമയം പ്രദാനം ചെയ്യുന്നത്. തന്മൂലം ഒരുപാട് പേര് നിങ്ങളെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യും. പബ്ലിക്കിലി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 100 പേരുണ്ടാകും നിങ്ങളുടെ കൂടെ വരാനും നിൽക്കാനും ഒക്കെ ആയിട്ട്. കലാപരമായിട്ടുള്ള കലാകായിക മേഖലയിലൊക്കെ കുറേ കാലങ്ങളായിട്ട് വലിയ എക്സ്പ്ലോഷൻ ഒന്നും നടത്താൻ, അല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കലാ കായിക മേഖലകളിൽ സംഗീതം, നൃത്തം, സിനിമ, സീരിയൽ, എഴുത്ത്, അങ്ങനെ പറയണമെങ്കിൽ ചിത്രരചന തുടങ്ങിയ മേഖലയിൽ, ഓൺലൈനിൽ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, മറ്റുള്ളതിൽ നിങ്ങളൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് പെട്ടെന്ന് അറിയാതിരിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് വൈറലായി പോവുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് എവിടെ ചെന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് മാറും. അപ്പം നമുക്കിതൊക്കെ എങ്ങനെയാണ്, ഏത് രാശിക്കാർക്കൊക്കെയാണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ശുക്രമാറ്റം എന്ന് പറയുന്നത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ 2026 ആഗസ്റ്റ് 4-ന് ശുക്രമാറ്റം സംഭവിക്കുമ്പോൾ കർക്കിടകൻ രാശിയിൽ നിന്ന് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുക, അല്ലെ സംക്രമിക്കുന്ന ഒരു സമയം. അത് സ്വന്തം അധിപനായ, അല്ലെങ്കിൽ സ്വന്തം രാശിയുടെ അധിപനായ തുലാം രാശിയിലേക്ക് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് പൊതുവെ അനുകൂലമായി തീരും. ഭയങ്കരമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് പൊതുവെ സൗഭാഗ്യകരമായിട്ടുള്ള ഫലങ്ങളാണ് ഈ കാത്തിരിക്കുന്നത്. തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത് തന്നെ വളരെ വലിയ മാറ്റങ്ങൾ എന്ന് വേണം പറയാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവർക്ക് വലിയ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ടത്. ഇവരുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ്. ജൂലൈ 4-ന് ശുക്രൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങും. ഈ മാറ്റങ്ങൾ എപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞാൽ 4-ാം തീയതി മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്നുള്ള ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. തുലാം രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് ഈ കാലയളവിൽ പ്രധാനമായും എന്തൊക്കെ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുമെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ തുലാം രാശിക്കാരെ ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വലുതാണ്. എന്നിരുന്നാലും ഈ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു കയറ്റം ഉണ്ടാവും, പിന്നെ ഒന്ന് ഇറങ്ങിപ്പോവും, ഒരു കയറ്റം ഉണ്ടാവും, ഇറങ്ങിപ്പോവും. പ്രധാനമായിട്ട് സാമ്പത്തികപരമായിട്ട് ഇവർ കയ്യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പണം ഇവർക്ക് തികയാതെ വരിക, വീടുകളിൽ ദോഷങ്ങൾ ഉണ്ടാകുക, വീടുകളിൽ എപ്പോഴും സ്വസ്ഥതക്കേട് ഉണ്ടാകുക, വീട്ടിൽ തന്നെയാണെങ്കിലും രോഗദുരിതങ്ങൾ ഇവർ ഭയങ്കരമായിട്ട് പിടിമുറുക്കുക, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, കുടുംബത്തിൽ ഇവർക്ക് സമാധാനവും സന്തോഷവും ഇല്ലായിരുന്നു. ചെയ്യാത്ത പല കാര്യങ്ങൾക്കും ഇവർ ചീത്തപ്പേര് കേൾക്കേണ്ട ഒരവസ്ഥ വരെ വന്നിട്ടാണ് നിൽക്കുന്നത് ഈ തുലാം രാശിയുള്ള ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക്. സ്വന്തം കുടുംബക്കാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ വളരെ വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. ഇവർക്ക് ഇവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും. ഇവരുടെ വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും. മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പോകില്ലെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നൊരു സ്വഭാവം കൂടിയുണ്ട്. എനിക്ക് എന്നും കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ അതിബുദ്ധിമതികളും ബുദ്ധിമാന്മാരുമാണ്. ഈ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുടെ കാര്യത്തിൽ ഇവർ വളരെ വലുതാണ്. പക്ഷേ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി ഈ ഒരു രാശിമാറ്റം, ഇപ്പം ഇവർക്ക് വ്യാഴമാറ്റം കൊണ്ട് കുറച്ച് അനുകൂലമൊക്കെയാണ് ഈ ഒരു സമയത്ത് എന്ന്, ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പോകണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ശുക്രമാറ്റം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട പ്രധാനമായിട്ടും ധനപരമായിട്ടുള്ള ഉയർച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വരുമാനങ്ങളെന്ന് പറയുമ്പോൾ
പലവിധ തരത്തിലാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ പോകുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടും. അതുപോലെ തന്നെ ഇവരെ പല കാര്യങ്ങളിലും ഒഴിവാക്കിയിരുന്ന ആൾക്കാരെല്ലാം ഇവർ തേടിയെത്തുന്ന സമയമാണ്. പണപരമായിട്ടുള്ള സ്രോതസ്സുകൾ പല രീതിയിൽ ഇവരുടെ ജീവിതത്തിലേക്ക് തുറന്നു വരും. കിട്ടാക്കടങ്ങൾ ഇവർ കൊടുത്തിട്ട്, പണം കൊടുത്തിട്ട് കിട്ടാതെ നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത ദിവസം തരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഇവർക്ക് കൃത്യതയോടുകൂടി ഇവർ ചോദിക്കാതെ പോലും, ഇവർ ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവർക്ക് പണം വന്നു ചേരും. ഇവരെ സഹായിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന പല ആൾക്കാരും ഉപേക്ഷിച്ചപ്പോഴും ഇവർ പ്രതീക്ഷിക്കാത്ത പല സ്രോതസ്സുകളിൽ നിന്നും ഇവരുടെ സഹായങ്ങൾ വന്നു ചേരും. അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. വളരെ നാളുകൾക്ക് മുമ്പ് ഇവർ ചെയ്തിരുന്ന നിക്ഷേപങ്ങൾ ഇപ്പം ജീവിതത്തിൽ പല നിക്ഷേപങ്ങളും പല ആൾക്കാരും നടത്തിയിട്ടുണ്ടാകും. ഓൺലൈൻ ട്രേഡിംഗ് ആയാലും ഓൺലൈൻ ബിസിനസ് ആയാലും ഓഹരികളായാലും മികച്ച ലാഭം കൊയ്യുന്നൊരു സാധ്യതയിലേക്ക് വരും. അതിൻ്റെ ലാഭവിഹിതങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർച്ചയിലെത്തും. ഈ അത്യപൂർവമായ സാഹചര്യങ്ങൾ നിങ്ങൾ ശുക്രമാറ്റം കൊണ്ട് നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ മാർഗങ്ങൾ, ആ വരുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഫലത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് അംഗീകാരം നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഇപ്പം ഇത്തിരി കഷ്ടപ്പാടും കഠിനതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങൾ ഊഷ്മളമാകും. പങ്കാളിയുമായിട്ട് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർന്ന് ജീവിതത്തിൽ ഒരു നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കും. കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതം അല്ലെ ദമ്പതികൾ അതെല്ലാം അവസാനിപ്പിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കും. കുടുംബത്തിലെ ആൾക്കാരോടുകൂടി ഉണ്ടായിരുന്ന കലഹങ്ങൾ, പിണക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളെല്ലാം പൂർണ്ണതയിൽ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ അതുമൂലം നിങ്ങളുടെ സഹോദര ബന്ധങ്ങൾ ഊഷ്മളമാകും. ജീവിതത്തിൽ അവരെ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ കൊണ്ട് അവർക്കും സമാധാനം, സന്തോഷം, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വന്നു ചേരും. കുടുംബത്തോടൊപ്പം ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു അവസരത്തിൽ വരും. കുടുംബ ബന്ധങ്ങൾ അതോടുകൂടി ദൃഢമാകും. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി പോകും. ആഡംബര വസ്തുക്കൾ മേടിക്കാനും ആഡംബര കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വരും. വീട് മോടി പിടിപ്പിക്കുന്നതിനും സാധനങ്ങൾ, പഴയ ഫർണിച്ചറുകൾ കാര്യങ്ങളെല്ലാം മാറ്റി പുതിയ ഫർണിച്ചറുകളൊക്കെ വാങ്ങിക്കുന്നതിനും ആഭരണങ്ങൾ, സ്വർണം, വെള്ളി, ബ്രോൺസ് മുതലായ ആഭരണങ്ങൾ, ഡയമണ്ട് പോലുള്ള അത്യപൂർവമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ നല്ല രീതിയിൽ വാങ്ങിക്കാനും വസ്ത്രങ്ങൾ എന്നിവ, കൂടുതൽ വസ്ത്രങ്ങൾ, വില കൂടിയ തരത്തിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൂട്ടുന്ന ഒരു സമയത്തിലേക്ക് വരും. പുതിയ ഗൃഹം, നിങ്ങൾ കാത്തിരുന്ന, ഇന്നലെ വരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഗൃഹം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പഴയ വീടിന് മോടി പിടിപ്പിക്കും. അതുപോലെ വസ്തുവകകൾ വാങ്ങിക്കൂട്ടും. നിങ്ങൾക്ക് ഭൂമിയൊക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് വസ്തുവകകളെല്ലാം തന്നെ വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു യോഗം വരും. സാമ്പത്തികപരമായിട്ട് ഒരു അടിത്തറ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കൂടുതലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗൃഹം മോടി പിടിപ്പിക്കൽ, നിർമ്മാണങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ ശുഭകാര്യങ്ങൾ, ഇതെല്ലാം സമയം കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ പുതിയ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാനും അവിടെ ജീവിതത്തിൽ കുറേയധികം കാലങ്ങളോളം താമസിച്ച് മുന്നോട്ട് പോകാനുമുള്ള സാധ്യതകൾ വരും. ഇന്നലെ വരെ ജീവിതത്തിലുണ്ടായിരുന്ന പരാജയങ്ങളൊക്കെ വിജയത്തിൻ്റെ വാതിലുകൾ അല്ലെ ചവിട്ടുപടികളാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ജ്യോതി, വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള അഭിവൃദ്ധിയാണ് വന്ന് ചേരാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോവുക. ഈ തുലാം രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.